welcome to PEP. I'm Jana Bashir. നമ്മൾ എടുക്കുന്നത് anatomy of ear ആണ്. ഇയറിന്റെ അനാട്ടമിയിലെ പാർട്ട് 4 ആണ് നമ്മളിപ്പോൾ പറയുന്നത്. പാർട്ട് 1, 2, 3 കഴിഞ്ഞു. ആ പാർട്ട് 1, 2, 3 നമ്മൾ ഇയറിന്റെ 3 പാർട്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. എക്സ്റ്റേണൽ ഇയറും മിഡിൽ ഇയറും അതുപോലെ തന്നെ ഇന്റേണൽ ഇയറും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ പിന്നെ പാർട്ട് 4 ആണ് പറയുന്നത്. നമുക്കുള്ള ഓഡിറ്ററി പാത്വേനെ കുറിച്ചിട്ടാണ് നമ്മൾ പാർട്ട് 4 പറയുന്നത് അല്ലെ. നമ്മൾ ഇയറിന്റെ പാർട്ടൊക്കെ പഠിച്ചു, പാർട്സ് പഠിച്ചു. അപ്പൊ ഇനി ഇയറിന്റെ ഫങ്ഷൻ ആയിട്ടുള്ള ഹിയറിങ്ങിനെ കുറിച്ചിട്ട്, അതിനെങ്ങനെയാണ് ഹിയറിങ് നടക്കുന്നത്, അതിന്റെ പാത്വേ എന്താണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Fibers of auditory pathway pass through cochlear division. കോക്ലിയയിലാണ് ഓർഗൻ ഓഫ് കോട്ടൈ ഉള്ളത്. അതാണ് ഹിയറിംഗിന്റെ സെൻസസ് എടുക്കാന്ന് പറഞ്ഞു. ഓഫ് വെസ്റ്റിബുലാർ കോക്ലിയർ നെർവ്, കോക്ലിയർ നെർവിലെ വെസ്റ്റിബുലാർ കോക്ലിയർ നെർവിലെ കോക്ലിയർ ഡിവിഷനിലൂടെയാണ് ഓഡിറ്ററി പാത്വേ പാസ് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഓഡിറ്ററി നെർവ്. അതിനെ ഓഡിറ്ററി നെർവ് എന്നും അറിയപ്പെടുന്നുണ്ട്. Major part of the auditory pathway lies in the medulla oblongata, midbrain and thalamic region. ഈ ഓഡിറ്ററി പാത്വേ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മെഡുല്ല ഒബ്ലോങ്കട്ടയിലും അതുപോലെ തന്നെ മിഡ് ബ്രെയിനിലും പിന്നെ തലാമിക് റീജിയനിലും ആണ് ഉള്ളത്. ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നോക്കി വെക്കുകയും അത് പഠിച്ചു വെക്കുന്നതും വളരെ നല്ലതായിരിക്കും. അത് അങ്ങനെ വരച്ചിട്ട് പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ എക്സാമിന് കൂടുതൽ സ്കോർ ചെയ്യാനും കഴിയും. നമുക്കൊരു മനസ്സിലാക്കി പഠിക്കാനും സുഖമായിരിക്കും. Higher center for hearing is in temporal lobe. Temporal lobe of cerebral cortex. Cerebral cortexile temporal lobe cerebral cortexilana higher centers ulla hearing inde higher centers where the fibers of auditory pathway finally terminate. Nammada auditory pathway le fibers finally terminate cheyyunnathu avadeyana. Fibers are both crossed and uncrossed so that each cochlea is represented in the cortex on the both side. സെറിബ്രൽ കോർട്ടക്സിലേക്ക് രണ്ട് സൈഡിൽ നിന്നും ഇതിന്റെ ഫൈബേഴ്സ് ക്രോസ്ഡ് ആയിട്ട് അൺക്രോസ്ഡ് ആയിട്ടൊക്കെ എത്തുന്നുണ്ട്. റിസെപ്റ്റേഴ്സ്, ഹെയർ സെൽസ്. നമ്മുടെ ഓർഗൻ ഓഫ് കോട്ടയിൽ കുറച്ച് ഹെയർ സെൽസ് ഉണ്ട്. അതാണ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിറ്ററി സെൻസേഷന്റെ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഹെയർ സെല്ലുകൾ, ഞാൻ പറഞ്ഞു, ആ ഹെയറിന് വൈബ്രേഷൻ വന്നിട്ടാണ് ഓർഗൻ ഓഫ് കോട്ടയിൽ നിന്ന് ഇയറിംഗിലേക്കുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അവരെയാണ് റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഹെയർ സെൽസ് ആർ ഓഫ് 2 ടൈപ്പ്. ഔട്ടർ ഹെയർ സെല്ലുകളും അതുപോലെ തന്നെ ഔട്ടർ ഹെയർ സെല്ലും അതുപോലെ തന്നെ ഇന്നർ ഹെയർ സെല്ലും. ഔട്ടർ ആയിട്ടുള്ള ഹെയർ സെല്ലുകളും ഇന്നർ ആയിട്ടുള്ള ഹെയർ സെല്ലുകളും, ഇങ്ങനെ 2 ടൈപ്പാണ് ഹെയർ സെല്ലുകൾ ഉള്ളത്. All the hair cells are innervated by afferent and efferent nerve fibers. ഇഫറൻറ്റും എഫറൻറ്റും nerve fibers ആയിട്ട് കണക്റ്റഡ് ആണ് എല്ലാ ഹെയർ സെല്ലുകളും. afferent nerve fibers from the hair cells form auditory nerve. ഈ ഒരു ഹെയർ സെൽസിലുള്ള afferent nerves ആണ് ഓഡിറ്ററി നെർവ് ആയിട്ട് ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരു ലാബിൽ വെച്ചിട്ട് പഠിക്കാം. നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഓർഡർ ന്യൂറോണും സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ്, പിന്നെ അത് സെക്കൻഡറി പാത്വേയിലേക്ക് എത്തിയിട്ട് തേർഡ് ഓർഡർ ന്യൂറോണും ഓഡിറ്ററി കോർട്ടക്സിലേക്ക് എത്തുന്നതിനാണ്. ഇതിങ്ങനെ ഒരു പൈ ചാർട്ടായിട്ട് ഒരു ഫ്ലോ ചാർട്ടായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനും അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന എന്താന്ന് എക്സാമിനേഴ്സിന് മനസ്സിലാവാനും കഴിയും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓർഡർ ന്യൂറോണും സെക്കൻഡ് ഓർഡർ ന്യൂറോണും തേർഡ് ഓർഡർ ന്യൂറോൺസും എന്താണെന്ന് നോക്കാം അല്ലെ. ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ ആണ് ഓഫ് ഓഡിറ്ററി പാത്വേ ആർ ബൈപോളാർ സെൽസ് ഓഫ് സ്പൈറൽ ഗാംഗ്ലിയ. സ്പൈറൽ ഗാംഗ്ലിയയുടെ ഒരു ബൈപോളാർ സെൽസ് ആണ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ ഓഡിറ്ററി പാത്വേന്റെ എന്ന് പറയുന്നത്. അത് നമ്മളെ കോക്ലിയല മോഡിയോലസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. കോക്ലിയലാണ് അത് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. പെരിഫറൽ ഷോർട്ട് പ്രോസസ് ഡെൻഡ്രൈറ്റ്സുകൾ ഉണ്ട് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസിന്. അത് നമ്മുടെ ഓർഗൻ ഓഫ് കോട്ടയിലെ ഹെയർ സെൽസ് റിസെപ്റ്റേഴ്സ് ഇല്ലേ, അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ് നമ്മുടെ പെരിഫറൽ ഷോർട്ട് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. അത് അഫറൻ നെർവ് ഫൈബേഴ്സ് ആയിട്ടാണ് അത് കിടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു.
അവരുടെ ലോങ് പ്രോസസ്സ്, നമ്മളിപ്പോൾ ഷോർട്ട് പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു, ഇനി അവരുടെ ലോങ് പ്രോസസ് ആയിട്ടുള്ള ആക്സോൺസ്, ഡെൻഡ്രൈറ്റ്സ് അല്ലാതെ ആക്സോൺസ് ഉണ്ട്. ഈ ലോങ് പ്രോസസ്സുകൾ എന്ത്, ലീവ് ദ ഇയർ ആസ് കോക്ലിയർ നെർവ് ഫൈബേഴ്സ് ആൻഡ് എൻഡ് മെഡുല്ല ഒബ്ലോങ്കട്ട. നമ്മുടെ ഇയറിനെ കോക്ലിയർ നെർവ് ഫൈബേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു ഫസ്റ്റ് ഓർഡർ ന്യൂറോണിന്റെ എന്ത് ലോങ് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. അത് എന്നിട്ട് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റയിലേക്ക് എൻറ്റർ ചെയ്യും. മെഡുല്ല ഒബ്ലോങ്കേറ്റയിൽ നമ്മൾ പറഞ്ഞു എന്ത്, ഹിയറിംഗിന്റെ സെൻസസ്, ഹിയറിംഗിന്റെ ഓഡിറ്ററി പാത്വേയിൽ മെയിൻ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നതിൽ ഒന്നാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇനി മെഡുല്ല ഒബ്ലോങ്കേറ്റയിൽ ഈ ഫൈബേഴ്സ് ഡിവൈഡഡ് ഇൻടു 2 ഗ്രൂപ്പ്സ്, 2 ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ് മെഡുല്ല ഒബ്ലോങ്കേറ്റയിൽ നിൽക്കുന്നത്. വിച്ച് എൻഡ് ഓൺ വെൻട്രൽ കോക്ലിയർ ന്യൂക്ലിയസ് ആൻഡ് ഡോർസൽ കോക്ലിയർ ന്യൂക്ലിയസ് ഓഫ് ദ സെയിം സൈഡ് ഇൻ ദ മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഈ 2 ന്യൂറോൺസ് സ്റ്റാർട്ട് ചെയ്തിട്ട് മെഡുല്ല ഒബ്ലോങ്കേറ്റയിലെ തന്നെ എന്ത്, നമ്മുടെ വെൻട്രൽ സൈഡിലേക്കും കോക്ലിയർ ന്യൂക്ലിയസിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഡോർസൽ കോക്ലിയർ ന്യൂക്ലിയസിലേക്കും ഒക്കെ എൻഡ് ആയിട്ട് കിടക്കുകയാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റയിൽ തന്നെ. അപ്പം ഇങ്ങനെയാണ് എന്ത്, നമ്മൾ പറഞ്ഞു ലോങ് പ്രോസസ്സ്, ഷോർട്ട് പ്രോസസ്സും ആക്സോൺസും ഡെൻഡ്രോൺസും പോകുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് കണക്ട് ചെയ്യുന്നതൊക്കെയാണ് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺസ്. കുറച്ച് കൺഫ്യൂസിങ് ആണ്, അപ്പം കേൾക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കുറച്ചു നേരം കൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കി എടുത്താൽ എന്ത്, നമ്മുടെ ഹിയറിംഗിന്റെ പാത്വേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയുള്ളൂ. കുറച്ചൊന്ന് ഇരിക്കേണ്ടി വരും, എന്നാലും പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാനൊക്കെ സുഖമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു എന്ത്, നമ്മുടെ ലാബിലൊക്കെ ചെയ്തിട്ട് ഒരു ഡയഗ്രം ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് കിട്ടുന്ന സാധനമാണ്. ഇനി നമ്മൾ അഫ്രൻ നെർവ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ എഫ്രൻ നെർവ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എഫ്രൻ നെർവ് ഫൈബേഴ്സ് ഓഫ് ഹെയർ സെൽസ്. അഫ്രൻ നെർവ് ഫൈബേഴ്സ് നമ്മുടെ എഫ്രൻ നെർവ് ഫൈബേഴ്സ് എന്ത് അറൈസ് ചെയ്യുന്നത് സുപ്പീരിയർ ഒലിവറി ന്യൂക്ലിയസിൽ നിന്നും ആണ് എന്ത്, എഫ്രൻ നെർവ് ഫൈബേഴ്സ്. ഹെയർ സെല്ല് ഞാൻ പറഞ്ഞു ഓർഗൻ ഓഫ് കോട്ടയിൽ എന്ത് റിസപ്റ്റർ ആയിട്ടുള്ള ഹെയർ സെല്ല് അല്ലെ, ഹെയർ സെല്ലിൽ നിന്നും അറൈസ് ചെയ്യുന്ന എന്ത് സുപ്പീരിയർ ഒലിവറി ന്യൂക്ലിയസ് ഉണ്ട് എന്ത് ഹെയർ സെല്ലിൽ, അതിൽ നിന്നുമാണ് എന്ത് എഫ്രൻ നെർവ് ഫൈബേഴ്സ് അറൈസ് ചെയ്യുന്നത്. Fibers from this nucleus reach the hair cell by passing through ventral and dorsal cochlear nuclei and cochlear nerve of the same side. ഈ ഒരു ന്യൂക്ലിയസിന്റെ എന്ത് ഹെയർ സെൽസിലേക്ക് എത്തുന്ന ഈ ഒരു ന്യൂക്ലിയസ് പാസ് ചെയ്യുന്നത് നമ്മുടെ വെൻട്രൽ കോക്ലിയർ ന്യൂക്ലിയയും അതുപോലെ തന്നെ ഡോർസൽ കോക്ലിയർ ന്യൂക്ലിയയും അതുപോലെ തന്നെ കോക്ലിയർ നെർവ്, ഈ ഒരു സെയിം സൈഡിലുള്ള കോക്ലിയർ നെർവിനൊക്കെ ടച്ച് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫൈബേഴ്സ് ഹെയർ സെല്ലിലേക്ക് എത്തുന്നത്. എഫ്രൻ നെർവ് ഫൈബേഴ്സ് ഓഫ് ഔട്ടർ ഹെയർ സെൽസ്, ഞാൻ പറഞ്ഞു ഔട്ടറും ഇന്നറും അങ്ങനെ 2 ഹെയർ സെൽസുകൾ ഉണ്ട്. അപ്പം എഫ്രൻ നെർവ് ഫൈബേഴ്സ് ഔട്ടർ ഹെയർ സെൽസ് നിന്ന് ടെർമിനേറ്റ് ചെയ്തിട്ട് ഡയറക്ട്ലി ഓൺ ദ സെൽ ബോഡി. ഔട്ടർ ഹെയർ സെൽസ് ടെർമിനേറ്റ് ചെയ്യുന്നത് ഡയറക്ട്ലി നമ്മുടെ സെൽ ബോഡിയിലാണ് എന്ത് ടെർമിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് നമ്മുടെ ഈ സെല്ലുകളുടെ മോട്ടിലിറ്റി ഉണ്ടല്ലോ, മോട്ടിലിറ്റീനെ കൺട്രോൾ ചെയ്യുന്നതാണ് ആര് എന്ന് പറയുന്നത്, ഈ എഫ്രൻ നെർവ് ഫൈബേഴ്സ് എന്ത് മോട്ടിലിറ്റീനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. Efferent nerve fiber to inner hair cell terminate on the auditory nerve fiber where it leaves the inner hair cells. ഈ efferent nerve fiber inner hair cells efferent nerve fiber to inner hair cell terminates on the in the auditory nerve fiber. Auditory nerve fiberലാണ് efferent nerve fibers എന്ത് terminate ചെയ്യുന്നത്. അത് അവിടുന്നാണ് എന്ത് inner hair cells അവിടുന്നാണ് തുടങ്ങുന്നത്. It controls the impulse output from this hair cells. എന്ത് ഇമ്പൾസ് ഔട്ട്പുട്ടുകൾ കൊണ്ടുപോകുന്ന ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ എൻഡിങ് ചെയ്തിട്ട് ഇന്നർ ഹെയറിലേക്ക് എത്തുന്നത്. അപ്പൊ അവിടുന്നാണ് എന്ത് നമ്മുടെ ഹെയർ സെൽസിലുള്ള ഇമ്പൾസിനൊക്കെ ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇത്രയാണ് ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ. ഞാൻ പറഞ്ഞു കുറച്ച് കൺഫ്യൂസിങ് ആണ്, ഒന്നിരുന്ന് വായിച്ച് ഉണ്ടാക്കി എടുക്കണം ഈ ഒരു സാധനം എന്ന് പറയുന്നത്. കുറച്ച് ഏരിയാസിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്, എഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡോർസലും വെൻട്രലും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ഏരിയാസിനെ കുറിച്ചൊക്കെ നോക്കാനുണ്ട്. സോ അപ്പം കുറച്ചൊന്ന് ഇരുന്ന് വായിക്കാം. ഓക്കെ,
ആൻഡ് സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്, തേർഡ് ഓർഡർ ഉണ്ട്. നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് ആണ്. Neurons of dorsal and ventral cochlear nuclei in the medulla oblongata form the second order neuron of auditory pathway. നമ്മുടെ medulla oblongata അല്ലേ, നമ്മുടെ medulla oblongata എന്ത് ഡോഴ്സലും വെൻട്രൽ കോക്ലിയർ ന്യൂക്ലിയകളാണ് എന്ത് എന്ന് പറയുന്നത്, അതിന്റെ ന്യൂറോൺസ് ആണ് എന്ത് പറയുന്നത്, സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഓർഡർ ന്യൂറോൺസിന്റെ ആക്സോൺസ് എന്ത് 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സിലാണ് റൺ ചെയ്യുന്നത്. 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സിലൂടെയാണ് സെക്കൻഡ് ഓർഡർ ന്യൂറോൺസിന്റെ ആക്സോൺസ് പോയിക്കൊണ്ടിരിക്കുന്നത്. First group of fibers cross the midline and run to the opposite side to form trapezoid body. Fibers from trapezoid body go to the superior olivary nucleus. Superior olivary nucleus ലേക്കാണ് എന്ത് ഈ ഒരു trapezoid ബോഡിയിലെ ഫൈബേഴ്സ് പോകുന്നത്. അപ്പം ഈ ഒരു ഞാൻ പറഞ്ഞു 4 ഗ്രൂപ്പ് ആയിട്ടാണ് ആക്സോൺസ് മാറിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ത് മിഡ് ലൈന് ക്രോസ് ചെയ്തിട്ട് എന്ത് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള ഈ ഒരു ട്രപ്പിസോയിഡ് ബോഡി ആയിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അത് റൺ ചെയ്യും. അത് അങ്ങനെയാണ് പോകുന്നത്. സോ ആ ഒരു ട്രപ്പിസോയിഡ് ബോഡിയാണ് എന്ത് സുപ്പീരിയർ ഒലിവറി ന്യൂക്ലിയസും ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സ് ടെർമിനേറ്റ് അറ്റ് ദ സുപ്പീരിയർ ഒലിവറി ന്യൂക്ലിയസ് ഓഫ് സെയിം സൈഡ് വിയ ട്രപ്പിസോയിഡ് ബോഡി ഓഫ് ദ സെയിം സൈഡ്. എന്ത് സുപ്പീരിയർ ഒലിവറി ന്യൂക്ലിയസിന്റെ ഒരു സൈഡ് സെയിം സൈഡിലേക്ക് ട്രപ്പിസോയിഡ് ബോഡിയിലൂടെ തന്നെ സെയിം സൈഡിലൂടെ വന്നിട്ട് എൻഡ് ചെയ്യുന്ന ആളാണ് എന്ത് സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സ്. തേർഡ് ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് run in lateral lemniscus of the same side and terminate in nucleus of lateral lemniscus of the same side. അത് തേർഡ് ന്യൂറോൺസ് നടക്കുന്നത് എന്താണ് തേർഡ് ഗ്രൂപ്പ് ഓഫ് ഫൈബർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. തേർഡ് ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സ് റൺ ചെയ്യുന്നത് ലാറ്ററൽ ലെമിനിസ്കസ് ഓഫ് ദ സെയിം സൈഡിന്റെ ലാറ്ററൽ ലെമിനിസ്കസിൽ എന്ത് റൺ ചെയ്തിട്ട് എന്ത് ടെർമിനേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയസ് ഓഫ് ലാറ്ററൽ ലെമിനിസ്കസിന്റെ ന്യൂക്ലിയസിൽ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട് സെയിം സൈഡിൽ തന്നെ. ഫോർത്ത് ഗ്രൂപ്പ് ഓഫ് ഫൈബർ റൺ ചെയ്യുന്നത് എന്ത് റെട്ടിക്കുലാർ ഫോർമേഷൻസിലേക്ക് റൺ ചെയ്തിട്ട് ക്രോസ് ദ മിഡ് ലൈന് ക്രോസ് ചെയ്തിട്ട് ആസ് ഇന്റർമീഡിയറ്റ് ട്രപ്പിസോയിഡ് ഫൈബേഴ്സ് ആൻഡ് ഫൈനലി ജോയിൻ ദ ന്യൂക്ലിയസ് ഓഫ് ലാറ്ററൽ ലെമിനിസ്കസ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡിന്റെ എന്ത് ലാറ്ററൽ ലെമിനിസ്കസ് ഓപ്പോസിറ്റ് സൈഡായിട്ട് മാറല്ല ജോയിൻ ചെയ്യും. അത്രയാണ് സെക്കൻഡ് ഓർഡർ ന്യൂറോൺസ് പറയുന്നത്. ആ ഒരു 4 ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈബേഴ്സ്, 4 ആക്സോൺസ് 4 ഫൈബേഴ്സും ആയിട്ട് ഇതാകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. ഇനി തേർഡ് ഓർഡർ ന്യൂറോൺ എന്ന് പറയുന്നത് ആർ ഇൻ ദ സുപ്പീരിയർ ഒലിവറി ന്യൂക്ലിയൈ ആൻഡ് ന്യൂക്ലിയസ് ഓഫ് ദ ലാറ്ററൽ ലെമിനിസ്കസ്. സുപ്പീരിയർ ഒലിവറി ന്യൂക്ലിയയിലും അതുപോലെ തന്നെ ന്യൂക്ലിയ ഓഫ് ദ ലാറ്ററൽ ലെമിനിസ്കസിന്റെ ന്യൂക്ലിയയിലും സുപ്പീരിയർ ഒലിവറി ന്യൂക്ലിയയിലും ആണ് ആര് കിടക്കുന്നത് തേർഡ് ഓർഡർ ന്യൂറോൺസ് കിടക്കുന്നത്. മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡിയിലാണ് എന്ത് നമ്മുടെ തേർഡ് ഓർഡർ ന്യൂറോൺസ് എൻഡ് ചെയ്യുന്നത്. അതാണ് എന്ത് സബ് കോർട്ടിക്കൽ ഓഡിറ്ററി സെന്റർ ആവുന്നത്. നമ്മുടെ സബ് കോർട്ടിക്കൽ ഓഡിറ്ററി സെന്റർ ആവുന്നത് നമ്മുടെ ഈ ഒരു തേർഡ് ഓർഡർ ന്യൂറോൺ എൻഡ് ചെയ്യുന്ന മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡിയാണ്. Fibers from medial geniculate body go to the temporal cortex via internal capsule as auditory radiation. അത് നമ്മുടെ ടെമ്പോറൽ കോർട്ടെക്സിലേക്ക് പോകും. എങ്ങനെ ഓഡിറ്ററി റേഡിയേഷൻ ആയിട്ടുള്ള ഇന്റേണൽ ക്യാപ്സ്യൂൾ ആയിട്ട് എന്ത് ഈ ഒരു ഫൈബേഴ്സ് മീഡിയൽ ജെനിക്കുലേറ്റ് ബോഡിയിലെ ഫൈബേഴ്സ് ഒരു ചെറിയൊരു ഓഡിറ്ററി റേഡിയേഷൻ ഇന്റേണൽ ക്യാപ്സ്യൂൾ ആയിട്ടുള്ള ഓഡിറ്ററി റേഡിയേഷൻ ആയിട്ട് പോയിട്ട് നമ്മുടെ ടെമ്പോറൽ കോർട്ടെക്സിൽ എൻഡ് ആവും. Some fibers from medial geniculate body go to inferior or colliculus of tectum in midbrain. Midbrainലെ എന്ത് inferior colliculus ഓഫ് ടെക്ടത്തിലേക്ക് എന്ത് ചില ഫൈബേഴ്സ് നമ്മൾ പറഞ്ഞു മീഡിയൽ ജെനിക്കുലേറ്റ് ഫൈബേഴ്സ് പോകുന്നുണ്ട്, എന്ത് വൈബ്രേഷൻ ആയിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത്
ഓഡിറ്ററി റേഡിയേഷൻ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ചില ഫൈബേഴ്സ് എന്താ ചെയ്യുന്നത്, അത് മിഡ് ബ്രെയിനിലെ നമ്മുടെ ഇൻഫീരിയർ കോളിക്കുലേഴ്സ് ഓഫ് ടെക്ടത്തിലേക്ക് എത്തുന്നുണ്ട് ചിലത്. ദ ഫൈബേഴ്സ് ഓഫ് ഓഡിറ്ററി റേഡിയേഷൻ ആർ ഇൻവോൾവ് ഇൻ റിഫ്ലക്സ് മൂവ്മെന്റ് ഓഫ് ഹെഡ് ഇൻ റെസ്പോൺസ് ഓഡിറ്ററി. ഇവിടുന്ന് ഒരു ഒച്ച കേൾക്കുമ്പോൾ എൻ്റെ ഹെഡിന്റെ ഈ ഒരു മൂവ്മെന്റ് വരാൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫൈബേഴ്സ്, ഈ ഓഡിറ്ററി റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്ന ഈ ഒരു ഫൈബേഴ്സ് ആണ്. ഞാനിപ്പോ ഇവിടുന്ന് ഒച്ച കേട്ടിട്ട് എൻ്റെ ഹെഡ് ഞാൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരാണ്. ഇനി കോർട്ടിക്കൽ ഓഡിറ്ററി സെന്റേഴ്സ്, നമ്മൾ ഇനി ഓഡിറ്ററി സെന്റേഴ്സ് ഏതൊക്കെയാണെന്ന് പഠിക്കാൻ പോവാണ്. ഈ കോർട്ടിക്കൽ ഓഡിറ്ററി സെന്റേഴ്സ് എന്ന് പറയുന്നത് ടെമ്പോറൽ ലോബ് ഓഫ് സെറിബ്രൽ കോർട്ടെക്സ്. ഓഡിറ്ററി സെന്റേഴ്സ് ടെമ്പോറൽ ലോബ് ഓഫ് സെറിബ്രൽ കോർട്ടെക്സ്, നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിന്റെ ടെമ്പോറൽ ലോബിലാണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. ഈ ഓഡിറ്ററി ഏരിയാസ്, ടെമ്പോറൽ ലോബിലെ ഓഡിറ്ററി ഏരിയാസ് ഏതൊക്കെയാന്ന് വെച്ചാൽ, പ്രൈമറി ഓഡിറ്ററി ഏരിയ കിടക്കുന്നത് ഏരിയ 41-ലും ഏരിയ 42-ലും അതുപോലെ തന്നെ വേർണിക് ഏരിയയിലും ആണ് എന്ത്, പ്രൈമറി ഓഡിറ്ററി ഏരിയ. സെറിബ്രൽ കോർട്ടെക്സ് ടെമ്പോറൽ ലോബിലെ ഏരിയ 41-ലും ഏരിയ 42-ലും വേർണിക് ഏരിയയിലും ആണ് എന്ത്, പ്രൈമറി ഓഡിറ്ററി ഏരിയ കിടക്കുന്നത്. സെക്കൻഡറി ഓഡിറ്ററി ഏരിയ അല്ലെങ്കിൽ ഓഡിറ്റോ സൈക്കിക് ഏരിയ എന്ന് പറയുന്നത് ഏരിയ 22-ല് മാത്രം കിടക്കുകയാണ്. സെക്കൻഡറി ഓഡിറ്ററി ഏരിയ അല്ലെങ്കിൽ ഓഡിറ്റോ സൈക്കിക് ഏരിയ എന്ന് പറയുന്നത് എന്ത്, ഏരിയ 22-ലാണ്. ഏരിയ 41-ഉം ഏരിയ 42-ഉം ആണ് എന്ത്, പ്രൈമറി ഓഡിറ്ററി ഏരിയ സിറ്റുവേറ്റഡ് ഇൻ ദ ആന്റീരിയർ ട്രാൻസ്വേഴ്സ് ഗൈറസ് ആൻഡ് ലാറ്ററൽ സർഫേസ് ഓഫ് ദ സുപ്പീരിയർ ടെമ്പോറൽ ഗൈറസ്. നമ്മൾ ബ്രെയിൻ സ്ട്രക്ചർ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ ഗൈറസിനെ കുറിച്ചിട്ട്. അതിലെ ആന്റീരിയർ ട്രാൻസ്വേഴ്സ് ഗൈറസിലും അതുപോലെ തന്നെ ലാറ്ററൽ സർഫേസ് ഓഫ് സുപ്പീരിയർ ടെമ്പോറൽ ഗൈറസിലും ആണ് എന്ത്, പ്രൈമറി ഓഡിറ്ററി ഏരിയാസ് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ട്. 41-ഉം 42-ഉം. നമ്മൾ 41-ഉം 42-ഉം അല്ലാതെ വേർണിക്കും കൂടി പഠിച്ചു. വേർണിക്ക് കിടക്കുന്നത് അപ്പർ പാർട്ട് ഓഫ് സുപ്പീരിയർ ടെമ്പോറൽ ഗൈറസിലാണ്. സുപ്പീരിയർ ടെമ്പോറൽ ഗൈറസിലെ അപ്പർ പാർട്ടിലാണ്. പോസ്റ്റീരിയർ ടു ഏരിയാസ് 41 ആൻഡ് 42, അതിന്റെ പോസ്റ്റീരിയർ ആയിട്ട് കിടക്കുന്നു. ഏരിയ 22 ഓക്യുപ്പൈ ചെയ്യുന്നത് സുപ്പീരിയർ ടെമ്പോറൽ ഗൈറസിലാണ്. ഫങ്ഷൻസ് ഓഫ് കോർട്ടിക്കൽ ഓഡിറ്ററി സെന്റേഴ്സ്. ഓഡിറ്ററി സെന്റേഴ്സിന്റെ ഫങ്ഷൻസ് എന്താവും? ഒബിയസ് ആണല്ലേ. കോർട്ടിക്കൽ ഓഡിറ്ററി സെന്റേഴ്സ് ആർ കൺസേൺഡ് വിത്ത് ദ പെർസെപ്ഷൻ ഓഫ് ഓഡിറ്ററി ഇമ്പൾസ്. ഓഡിറ്ററി ഇമ്പൾസിന്റെ പെർസെപ്ഷന്, അതിന്റെ പിച്ചിനെ അനലൈസ് ചെയ്യുക, സൗണ്ടിന്റെ ഇന്റൻസിറ്റി നോക്കുക, അതുപോലെ തന്നെ ഈ ഒരു സൗണ്ട് എവിടുന്നാ വരുന്നത്, അതിന്റെ സോഴ്സ് അറിയണ്ടേ, ആ സോഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക. അപ്പൊ എന്തൊക്കെയായിരുന്നു, നമ്മുടെ ഇമ്പൾസിനെ പെർസീവ് ചെയ്യുക, ഓഡിറ്ററി ഇമ്പൾസ് എന്താണെന്നുള്ളത് പെർസീവ് ചെയ്യുക, അതിനെ പിച്ചിനെ അനലൈസ് ചെയ്യുക, ഇന്റൻസിറ്റി ഓഫ് സൗണ്ട് ഐഡന്റിഫൈ ചെയ്യുക, സൗണ്ടിന്റെ സോഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുക. നമ്മുടെ ഏരിയ 41-ഉം 42-ഉം പ്രൈമറി ഓഡിറ്ററി ഏരിയയിലെ 41-ഉം 42-ഉം കൺസേൺഡ് വിത്ത് ദ പെർസെപ്ഷൻ ഓഫ് ഓഡിറ്ററി ഇമ്പൾസസ് ഓൺലി. ഓഡിറ്ററി ഇമ്പൾസസ് മാത്രമാണ് എന്ത്, നമ്മുടെ 41-ഉം 42-ഉം കൺസേൺഡ് ആയിട്ടുള്ളത്. However, analysis and interpretation of sound are carried out by Wernicke area with the help of area 22. Wernicke area ആണ് എന്ത്, അനാലിസിസും ഇന്റർപ്രിട്ടേഷനും, നമ്മുടെ സൗണ്ടിന്റെ അനാലിസിസും ഇന്റർപ്രിട്ടേഷനും ക്യാരി ഔട്ട് ചെയ്യുന്നത് നമ്മുടെ 41-ഉം 42 വേർണിക് ഏരിയ ആണ്. വേർണിക് ഏരിയനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഏരിയ 22. നമ്മുടെ എന്ത്, വേർണിക് സെക്കൻഡറി ഓഡിറ്ററി ഏരിയ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോ സൈക്കിക് ഏരിയ ആയിട്ടുള്ളത് 22. നമ്മൾ ഹിയറിംഗ് അബ്നോർമാലിറ്റീസിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ടൈപ്സ് ഓഫ് ഹിയറിംഗ് ഡിഫക്ട്സ് എന്ന് പറയുന്നത് പാർഷ്യൽ ആയിട്ടോ കംപ്ലീറ്റ് ആയിട്ടോ ഒക്കെ വരാം. ഓഡിറ്ററി ഡിഫക്ട്സ് 2 തരമുണ്ട്, 2 ടൈപ്സിലുണ്ട്. കണ്ടക്ഷൻ ഡിഫക്റ്റും നെർവ് ഡെഫ്നെസ്സും, ഇങ്ങനെ 2 തരത്തിലാണ് ഉള്ളത്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ, കണ്ടക്ഷൻ ഡെഫ്നെസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഡെഫ്നെസ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ഇമ്പയർമെന്റ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് വേവ് ഇൻ ദ എക്സ്റ്റേണൽ ഓർ മിഡിൽ ഇയർ. കണ്ടക്ഷൻ ഡെഫ്നെസ് എക്സ്റ്റേണലും മിഡിൽ ഇയറിലും സൗണ്ട് വേവ്സിനെ കണ്ടക്ട് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും ഇമ്പയർമെന്റ് വരുമ്പോൾ. ഈ നെർവ് ഡെഫ്നെസ് എന്ന് പറയുന്നത് എന്ത്, നമ്മുടെ ഈ കോക്ലിയയിലെ ഏതെങ്കിലും ഒരു സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാലാണ് എന്ത്, നെർവ് ഡെഫ്നെസ് വരുന്നത്. നമ്മുടെ ഹെയർ സെല്ലിനോ ഓർഗൺ ഓഫ് കോട്ടയ്ക്കോ
ബസിലാർ മെംബ്രെയിനോ കോക്ലിയർ ഡക്റ്റിനോ എല്ലാം എന്തെങ്കിലും ഒരു ഇമ്പയർമെന്റ് വരിക, അല്ലെങ്കിൽ ഓഡിറ്ററി പാത്വേയിൽ എന്തെങ്കിലും ഒരു ലീഷൻസ് സംഭവിക്കുമ്പോഴാണ് നെർവ് ഡെഫ്നെസ് വരുന്നത്. ഇതാ കണ്ടക്റ്റീവ് ഡെഫ്നെസ് ഞാൻ പറഞ്ഞു, ഇതാ ഇങ്ങോട്ടേക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കണ്ടക്ഷൻ, എന്തെങ്കിലും ട്രാൻസ്മിഷൻ, ഇയറിന്റെ സൗണ്ടിന്റെ ട്രാൻസ്മിഷൻ എന്തെങ്കിലും ഒരു ഇമ്പയർമെന്റ് വരുമ്പോൾ a form of hearing loss where sound transmission from the ear canal through middle ear and to inner ear is embedded. നമ്മുടെ സെൻസോന്യൂറൽ നെർവ് ഡെഫ്നെസ് ആണ് സെൻസോന്യൂറൽ എന്ന് അറിയപ്പെടുന്നുണ്ട്, സെൻസോന്യൂറൽ ഡെഫ്നെസ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു കോക്ലിയയിലെ ഏതെങ്കിലും ഒരു പാർട്ടിന് ഓഡിറ്ററി പാത്വേക്കോ പ്രശ്നങ്ങൾ വരുമ്പോൾ, ലീഷൻസ് ഒക്കെ സംഭവിക്കുമ്പോൾ. ഫിസിയോളജിക്കൽ എഫക്റ്റ് ഓഫ് ലീഷൻ. അപ്പൊ നമ്മൾ ലീഷൻ സംഭവിക്കുമ്പം പറ്റുമെന്ന് പറഞ്ഞു. ലീഷൻ ഓഫ് കോക്ലിയർ നെർവ് കോസസ് ഡെഫ്നെസ് ഓഫ് ദ ഇയർ. ഇയറിന്റെ ഡെഫ്നെസ്സിന് കാരണമാവുന്നുണ്ട്, ചെവി കേൾക്കാതാവുന്നുണ്ട്. യൂണിലാറ്ററൽ ലീഷൻ ഓഫ് ഓഡിറ്ററി പാത്വേ അബവ് ദ ലെവൽ ഓഫ് കോക്ലിയർ ന്യൂക്ലിയർ കോസസ് ഡിമിനിഷ്ഡ് ഹിയറിംഗ്. ഓഡിറ്ററി പാത്വേയില് ഉള്ള ഒരു ലീഷന് എന്ത് സംഭവിക്കുകയാണ്, നമ്മുടെ കോക്ലിയർ ലെവലിന്റെ അബവ് ആയിട്ടുള്ള ഓഡിറ്ററി പാത്വേയിൽ എന്തെങ്കിലും വരുമ്പോൾ നമ്മളെ ഹിയറിംഗ് കുറയും. നമ്മുടെ വയസ്സായവരൊക്കെ എന്ന് ചോദിക്കില്ലേ, അതേപോലെ ഹിയറിംഗ് കുറയും. Degeneration of hair cells in the organ of cottile leads to presbycusis. അതെന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ആയിട്ട് ലോസ് ചെയ്യുക ഹിയറിംഗ്. presbycusis. ഓക്കെ, അത് ഗ്രാജുവൽ ആയിട്ട് ഹിയറിംഗ് ലോസ് ചെയ്യുക. അതെങ്ങനെയാണ് ഹെയർ സെൽസിന് എന്തെങ്കിലും പറ്റുന്നത്, ഡീജനറേഷൻ പറ്റുന്നത്. ഇറ്റ് ഈസ് കോമൺ ഇൻ ഓൾഡ് ഏജ്. ഓൾഡ് ഏജിൽ കോമൺ ആണ്. ഇതൊക്കെ ഓൾഡ് ഏജിൽ കോമൺ ആണ്. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ ഇതിൽ പറ്റുകയാണെങ്കിൽ യങ്ങർ ഏജിലും നടക്കും. ലീഷൻ ഇൻ സുപ്പീരിയർ ഒലിവറി ന്യൂക്ലിയസ് റിസൾട്ട് ഇൻ പുവർ ലോക്കലൈസേഷൻ ഓഫ് സൗണ്ട്. എവിടെ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ സുപ്പീരിയർ ഒലിവറി ന്യൂക്ലിയസിന് ലീഷൻ വരുമ്പോൾ. ലാസ്റ്റത്തെ പാർട്ടാണ്, ഈ പാർട്ടിലെ ലാസ്റ്റ് സെഷനാണ് സ്റ്റാറ്റോ റിസെപ്റ്റേഴ്സ്. അതെന്താണ് ഈ സ്റ്റേറ്റോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്? എന്താണ്, നമ്മുടെ ഇക്വിലിബ്രിയത്തിലും അതുപോലെ തന്നെ ബോഡിയുടെ ഓറിയന്റേഷനിലും ഒക്കെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടോ എന്ന് സെൻസ് ചെയ്യുന്ന ആളാണ്. നമ്മൾ പറഞ്ഞ ചെവിൻ്റെ ഇത് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അതിലോ അല്ലെങ്കിൽ ബോഡിയുടെ ഓറിയന്റേഷനിലോ ഒക്കെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടോ എന്ന് സെൻസ് ചെയ്യുന്ന ആളാണ് ഈ സ്റ്റാറ്റോ റിസെപ്റ്റേഴ്സ്. അത് ക്രിസ്റ്റയിലും മെക്യുലയിലും ആണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ക്രിസ്റ്റ ഇസ് എ പ്രൊജക്ടിങ് റിഡ്ജ് ഓഫ് ആംബ്യുള വിച്ച് ഇസ് സ്വള്ളൻ ബേസ് ഓഫ് ബോണി കനാൽ ഇൻ ഇന്നർ ഇയർ. ഇന്നർ ഇയറിലെ ബോണി കനാലിലെ ഒരു സ്വള്ളൻ സ്പേസ് ആയിട്ടുള്ള ആംബ്യുളയിലാണ് ഈ ക്രിസ്റ്റ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കിടക്കുന്നത്. മെക്യുല എന്ന് പറയുന്നത് ഈസ് എ പ്രൊജക്ടിങ് റിഡ്ജ് ഓഫ് സെക്യുല ആൻഡ് യൂട്രിക്കിൾ വിച്ച് ആർ ഓട്ടോലിത്ത് ഓർഗൻസ് ഇൻ ദ വെസ്റ്റിബുലർ അപ്പാരറ്റോസ് ഇന്നർ ഇയർ. നമ്മൾ സെക്യുല പഠിച്ചു അല്ലെ, സെക്യുൾസ് പഠിച്ചു. അതിലോ അല്ലെങ്കിൽ യൂട്രിക്കിളിലോ ഉള്ള ഓട്ടോലിത്ത് ഓർഗൻസ്, നമ്മുടെ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, ഇന്നർ ഇയറിലുള്ളതാണ്. ഈ ഇന്നർ ഇയറിലെ ഓട്ടോലിത്ത് ഓർഗൻസിൽ ഉണ്ടാവുന്ന ഓട്ടോളിക് ഓർഗൻസ് ആയിട്ടുള്ള യൂട്രിക്കിളിലോ അല്ലെങ്കിൽ സെക്യൂൾസിലോ ഉള്ള ഒരു പ്രൊജക്ട് ചെയ്യുന്ന റിഡ്ജ് ആണ് എന്ന് പറയുന്നത് മെക്യുല. മെക്യുല ഈസ് എ പ്രൊജക്ടിങ് റിഡ്ജ് ഓഫ് സെക്യുല ആൻഡ് യൂട്രിക്കിളിന്റെ സെക്യുലറിന്റെ പ്രൊജക്ടിങ് റിഡ്ജ് വിച്ച് ആർ ഓട്ടോളിത്ത് ഓർഗൻസ് ഇൻ വെസ്റ്റിബുലർ അപ്പാരറ്റസ് ഓഫ് ഇന്നർ ഇയർ. വെസ്റ്റിബുലർ അപ്പാരറ്റസ് ഓഫ് ഇന്നർ ഇയറിന്റെ ഓട്ടോളിത്ത് ഓർഗൻസിലാണ് അത് പ്രൊജക്ട് ചെയ്യുന്നത്. ക്രിസ്റ്റ ആൻഡ് മെക്യുല ആർ സ്പെസിഫിക് റിസെപ്റ്റേഴ്സ് ഓഫ് വെസ്റ്റിബുലർ അപ്പാരറ്റസ്. നമ്മൾ ക്രിസ്റ്റയും മെക്യുലയിലാണ് സ്റ്റാറ്റോ റിസെപ്റ്റേഴ്സ് ഉള്ളത് എന്ന് പറഞ്ഞു. ഈ ഒരു സ്റ്റാറ്റോ റിസെപ്റ്റേഴ്സ് ഉള്ള ക്രിസ്റ്റയും മെക്യുലയും എന്ന് പറയുന്നത് വെസ്റ്റിബുലർ അപ്പാരറ്റസിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിസെപ്റ്റർ ആണ്. ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ബാലൻസ് ഓഫ് ബോഡി ആൻഡ് പോസ്ചർ. നമ്മൾ ഇയർ ബാലൻസ് പോകുമ്പം നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലേ, പെട്ടെന്ന് എണീക്കുമ്പോഴൊക്കെ ഇയറിന്റെ ബാലൻസ് പോയിട്ട് തലകർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയും. അപ്പൊ നമ്മുടെ ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും പോസ്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആണ് ഈ ആളുകൾ. ക്രിസ്റ്റയിലും മാക്യുലയിലും ഒക്കെ ഉള്ള നമ്മുടെ സ്റ്റാറ്റോ റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇയറിന്റെ ഓഡിറ്ററി പാത്വേ പറഞ്ഞു. ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും തേർഡ് ഓർഡറും ഒക്കെ നമ്മൾക്ക് കുറേ കിട്ടും, നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്സിലൊക്കെ റെഫറൻസ് ആയിട്ട് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാം,
അതിൻ്റെ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട് വൈസ് ആയിട്ട് തന്നെ ഡയഗ്രാംസ് ഒക്കെ കിട്ടും. അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആവുന്നത് ഏതാണോ അത് വെച്ചിട്ട് പഠിക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ ഇയറിൻ്റെ ഡെഫിനസും കാര്യങ്ങളും ഏതൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് പഠിക്കുക. ലീഷൻസിൻ്റെ ഫിസിയോളജിക്കലൊക്കെ പഠിക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റാറ്റോ റിസപ്റ്റേഴ്സ് 2 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇയർ നമ്മുടെ ബോഡിയുടെ ഇക്വിലിബ്രിയം ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പം നമ്മുടെ സ്റ്റാറ്റോ റിസപ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ എഴുതാം. സോ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാർട്ടാണ്, എന്നാലും കുറച്ച് കേട്ടിരുന്നാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. സോ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു.